നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്യത്യസ്തമായ ഹോം കെയറിന്റെ വേറിട്ട അനുഭവങ്ങളുമായി കൊല്ലം സെന്റർ. ഒരു വോളണ്ടിയർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് രോഗബാധിതനെ കാണാനെത്തിയ ആൽഫ കൊല്ലം സെന്ററിലെ ഹോം കെയർ ടീമിന് കാണാനായത് ശരീരത്തിലെ തൊലിയെല്ലാം പൊളിഞ്ഞു പോകുന്ന, അതിൽ നിന്ന് ദുർഗന്ധത്തോടെ സ്രവങ്ങൾ വരുന്ന അവശനായ വൃദ്ധനെയായിരുന്നു. ഭാര്യയാകട്ടെ മാനസികമായി തളർന്ന അവസ്ഥയിലും. കുറച്ചു നാളായി സ്ട്രോക്ക് വന്ന ശരീരം തളർന്ന ഇദ്ദേഹത്തിന് കാഴ്ചശക്തിയും ഇല്ലായിരുന്നു. മകനും മകളും ഉണ്ടായിരുന്നെങ്കിലും 29ാമത്തെ വയസ്സിൽ മകൻ മരിക്കുകയും മകൾ പലവിധ രോഗങ്ങളാൽ അവശയുമാണ്. സിസ്റ്റർമാരായ ആശ, സിജി, സെന്റർ സെക്രട്ടറി ബിന്ദു സാജൻ എന്നിവർ മുനിസിപ്പൽ കൗൺസിലറെ ബന്ധപ്പെട്ട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അത് സമ്മതമായിരുന്നില്ല. തുടർന്ന് പാലിയേറ്റീവ് കെയർ തുടരാനും വൃത്തിഹീനമായ വീടിന്റെ ദുരവസ്ഥ മാറ്റാനുമുള്ള ശ്രമങ്ങൾ നടത്തി. കൊല്ലത്ത് പ്രവർത്തിക്കുന്ന സൈനികരുടെ കൂട്ടായ്മയെക്കുറിച്ചറിഞ്ഞ് അവരെ സമീപിക്കുകയും അവർ കുടുംബത്തിന് വേണ്ട ഭക്ഷണ സാധനങ്ങളും നിത്യോപയോഗ സാധനങ്ങളും മെഡിസിനുകളും ധരിക്കാൻ വസ്ത്രങ്ങളുമെല്ലാം എത്തിച്ചു. ഒരു ഫാൻ കൂടി അടുത്തയാഴ്ച നൽകാമെന്ന് സംഘം വാക്കുകൊടുത്തിട്ടുണ്ട്. ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ വിവിധ സെന്ററുകളിലെ മെഡിക്കൽ ഓഫീസർമാരുടെ അവലോകന യോഗം ചെയർമാൻ KM നൂറുദ്ദീന്റെ അധ്യക്ഷതയിൽ ഇന്ന് ആൽഫ തറവാട്ടിൽ നടന്നു. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു സ്വാഗതം പറഞ്ഞു. തുടർന്ന് 2025 പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അവതരണങ്ങളും ചർച്ചകളും നടന്നു. ഓരോ സെന്ററുകളുടെയും പ്രവർത്തനങ്ങൾ അവലോകനം നടത്തിയ ശേഷം 2026 നടപ്പാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഒക്ടോബറിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പാലിയേറ്റീവ് കെയർ കോൺഫറൻസിന്റെ നടത്തിപ്പ് സംബന്ധിച്ച കാര്യങ്ങളും മെഡിക്കൽ വിഭാഗത്തിലേക്കുള്ളവർക്കും സന്നദ്ധ പ്രവർത്തകർക്കായും നടത്തേണ്ട അവബോധ പരിശീലന പരിപാടിയെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. കൊല്ലം സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരുഷ് ക്ലബ് ഉദ്ഘാടനം നടന്നു. സ്കൂൾ NSS കോർഡിനേറ്റർ കല ജോർജ് ആരുഷ് ക്ലബിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. 100ഓളം പേർ പങ്കെടുത്തു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അക്ഷയ് ബാബു പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർമാരായ അമൽ ഗീവർഗീസ്, ഗൗരി സ്വപ്ന എന്നിവർ ആൽഫയുടെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.